സൗദി സ്വകാര്യ മേഖലയ്ക്ക് വിദേശ റിക്രൂട്ടിംഗിന് വിസ അനുവദിക്കുന്നത് നിർത്തിവെക്കണമെന്ന് ഷൂറ കൌൺസിൽ അംഗവും സാമ്പത്തിക സഭാ ഉപമേധാവിയുമായ ഡോക്ടർ ഫഹദ് അൽ ജുമുഅ പറഞ്ഞു. രാജ്യത്ത് ആവശ്യമുള്ളതിലധികം വിദേശി ജോലിക്കാർ ഉള്ളതിനാലാണ് സ്വദേശികൾക്ക് ജോലി ലഭിക്കാത്തത്. പദ്ധതികൾക്ക് വിസ അനുവദിക്കുമ്പോൾ കാലാവധി നിർണ്ണയിച്ചുകൊണ്ട് വിസ അനുവദിക്കുകയും പദ്ധതി പൂർത്തിയാകുന്നതോടെ ജോലിക്കാരെ തിരിച്ചയക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജോലിക്കാരുടെ ആവശ്യവും ലഭ്യതയും തമ്മിലുള്ള അന്തരമാണ് സ്വദേശികൾക്ക് ജോലി ലഭിക്കാതിരിക്കാനുള്ള മുഖ്യ കാരണം. കൂടാതെ കുറഞ്ഞ വേതനത്തിന് വിദേശി ജോലിക്കാരെ ലഭിക്കുന്നതിനാലും സ്വകാര്യ മേഖലയിൽ സ്വദേശികളെ ജോലിക്ക് നിയമിക്കുന്നില്ല. വിദേശികൾക്ക് ലെവി ഏർപ്പെടുത്തി വിദേശി ജോലിക്കാരുടെ ചെലവ് വർദ്ധിക്കുന്നതിലൂടെ മാത്രമേ ഈ അന്തരം ഇല്ലാതാക്കാനാവൂ. സ്വദേശികളുടെ കുറഞ്ഞ ശമ്പളം 6000 റിയാലായി നിശ്ചയിക്കണമെന്നും ഷൂറ കൌൺസിൽ അംഗം നിർദ്ദേശിച്ചു. നിതാഖത്ത് പോലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടായിട്ടും 2016 സ്വദേശികളെ നിയമിച്ചതിന്റെ തോത് മുൻവർഷത്തെ അപേക്ഷിച്ച് 37% കുറവാണ്. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ 2011 മുതൽ 12% തുടരുന്നതും സ്വദേശിവൽക്കരണത്തിന് നിലവിലെ സംവിധാനങ്ങൾ പര്യാപ്തമല്ലെന്നതിന് തെളിവാണ്. രാജ്യത്ത് 9 ലക്ഷം സ്വദേശി തൊഴിൽ രഹിതർ നിലനിൽക്കുമ്പോഴും 80 ലക്ഷത്തിലധികം വിദേശികൾ തൊഴിലെടുക്കുന്നു എന്നതും അസന്തുലിതമാണെന്ന് ഡോക്ടർ ഫഹദ് കൂട്ടിച്ചേർത്തു. അസർ പുള്ളിയിൽ മീഡിയ 1 റിയാദ്. സൗദിയിലെ എല്ലാ വിമാനത്താവളങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് ഏൽപ്പിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മേധാവി അബ്ദുൽ ഹക്കീം അത്തമീമി വ്യക്തമാക്കി. റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെക്കുറിച്ച് വന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിമാനത്താവളങ്ങളെ വിവിധ കമ്പനികളാക്കി തിരിച്ചും സേവനമേഖല വിവിധ കമ്പനികൾക്ക് കരാർ നൽകിയും സ്വകാര്യവൽക്കരണം ത്വരിതപ്പെടുത്തും. BOT അടിസ്ഥാനത്തിൽ പുതിയ വിമാനത്താവളങ്ങൾ പണിയുന്നതാണ് മറ്റൊരു നടപടി. മദീന അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം പണി കഴിപ്പിച്ചത് ഈ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. യാത്രക്കാർ കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കാൻ സ്വകാര്യവൽക്കരണം കാരണമാകും. സൗദി തൊഴിൽ മേഖലയിൽ അനുവദിച്ചിരുന്ന പ്രൊഫഷണൽ മാറ്റത്തിന്റെ എഞ്ചിനീയർ ജോലിയിലേക്കുള്ള മാറ്റം തൊഴിൽ മന്ത്രാലയം നിർത്തിവെച്ചു. മന്ത്രാലയത്തിലെ ഔദ്യോഗിക വക്താവ് ഖാലിദ് അബൽ ഖൈലാണ് ബുധനാഴ്ച ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ ഏതാനും എഞ്ചിനീയർമാരുമായി തൊഴിൽ മന്ത്രി ഡോക്ടർ അലി അൽ ഗഫീസ് നടത്തിയ കൂടിക്കാഴ്ചയുടെ തുടക്കത്തിലാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം പ്രഖ്യാപിച്ചതെന്ന് വക്താവ് കൂട്ടിച്ചേർത്തു. എഞ്ചിനീയർമാരിൽ നിന്ന് വന്ന നിർദ്ദേശം തൊഴിൽ മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കുകയായിരുന്നുവത്രേ. സ്വദേശികളിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദമെടുത്ത് പുറത്തിറങ്ങുന്നവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ആദ്യപടി എന്ന നിലയ്ക്കാണ് പ്രൊഫഷണൽ മാറ്റം നിർത്തിവെക്കുന്നത്. ഇതനുസരിച്ച് സമീപ ഭാവിയിൽ എഞ്ചിനീയർമാരുടെ വിദേശ റിക്രൂട്ടിംഗും നിർത്തിവെച്ചേക്കും. കുവൈത്തിൽ റിസ്ക് അലവൻസ് ലഭിക്കാൻ കൈക്കൂലി നൽകിയ കേസിൽ മലയാളികളടക്കമുള്ള നഴ്സുമാർക്ക് യാത്രാവിലക്ക്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ മെറ്റേണിറ്റി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന 50 നഴ്സുമാരാണ് കൈക്കൂലി കേസിൽ കുടുങ്ങിയത്. കേസ് പ്രോസിക്യൂഷന് കൈമാറിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഓരോ ആശുപത്രിയിലെയും ഭരണനിർവഹണ വിഭാഗം നൽകുന്ന ശുപാർശക്കനുസരിച്ചാണ് ആരോഗ്യ മന്ത്രാലയം നഴ്സുമാർക്ക് റിസ്ക് അലവൻസ് അനുവദിക്കുന്നത്. വാർഡ് ഡ്യൂട്ടിയിലുള്ളവർക്ക് 35 ദിനാറും ICUവിൽ 70 ദിനാറും കീമോ വാർഡുകളിൽ 105 ദിനാറുമാണ് റിസ്ക് അലവൻസ്. ഇത് എളുപ്പത്തിൽ ലഭ്യമാക്കാൻ നഴ്സുമാരിൽ നിന്ന് ഒരാൾക്ക് 100 ദിനാർ വീതം ഭരണവകുപ്പ് ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയെന്നതാണ് കേസ്. നേരത്തെ അപേക്ഷിച്ചവരെ പരിഗണിക്കാതെ പുതിയ ആളുകൾക്ക് അലവൻസ് അനുവദിച്ചത് മറ്റു നഴ്സുമാർ ചോദ്യം ചെയ്തപ്പോഴാണ് കൈക്കൂലിക്കാര്യം പുറത്തായത്. സംഭവം വിവാദമായതോടെ കൈക്കൂലി വാങ്ങിയ ഈജിപ്തുകാരനായ ഉദ്യോഗസ്ഥൻ രാജ്യം വിട്ടു. തുടർന്ന് ആരോഗ്യ മന്ത്രാലയം നിയമ നടപടികളിലേക്ക് നീങ്ങിയതോടെയാണ് പണം നൽകിയ മലയാളികൾ ഉൾപ്പെടെയുള്ള നഴ്സുമാർക്ക് യാത്രാവിലക്ക് നേരിട്ടത്. അതേസമയം ജോലി സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വകുപ്പ് മേധാവികൾക്ക് കൊടുക്കാനെന്ന പേരിലാണ് ഉദ്യോഗസ്ഥൻ പണം വാങ്ങിയതെന്നും തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുമാണ് നഴ്സുമാരുടെ വാദം. 5000 ദിനാറിൽ കൂടുതൽ ഉദ്യോഗസ്ഥൻ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും നഴ്സുമാർ പറഞ്ഞു. കൈക്കൂലി വാങ്ങിയ ഈജിപ്തുകാരനെതിരെയും ഇയാളുടെ നടപടിക്ക് കൂട്ടുനിന്നതായി സംശയിക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും ആരോഗ്യ മന്ത്രാലയം പ്രോസിക്യൂഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ജനതയ്ക്കും ഭരണകൂടത്തിനുമുള്ള പ്രവാസികളുടെ പിന്തുണയായി ദോഹയിൽ സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നു. ഖത്തർ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പിന്തുണയോടെ ഇന്ത്യൻ പ്രവാസ സംഘടനയായ ബ്രിഡ്ജ് ഖത്തറും നാഷണൽ തിയേറ്ററും സംയുക്തമായാണ് ഈ മാസം 28-ന് ദോഹയിൽ മ്യൂസിക്കൽ ഫ്യൂഷൻ ഷോ ഒരുക്കുന്നത്. ഖത്തർ ഞങ്ങളുടെ രണ്ടാം വീട് എന്ന തലക്കെട്ടിലായിരിക്കും ഖത്തർ നാഷണൽ തിയേറ്ററിൽ വെച്ച് ഇന്ത്യൻ പ്രവാസികൾ ഐക്യദാർഢ്യത്തിന്റെ ആഘോഷമൊരുക്കുന്നത്. വിപുലമായ ഒരുക്കത്തോടെ നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നുള്ള 120ഓളം കലാകാരന്മാർ പ്രകടനങ്ങളുമായി എത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 28-ന് വൈകിട്ട് നടക്കുന്ന ഇൻഡോ ഖത്തർ സാംസ്കാരിക പരിപാടിയിൽ ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്, മലയാളം ഭാഷകളിലായി ഇൻഡോ അറബ് ഫ്യൂഷൻ ഡാൻസ്, കണ്ടംപററി ഡാൻസ്, അർള, സൂഫി നൃത്തങ്ങൾ എന്നിവയ്ക്കൊപ്പം മലയാളത്തിന്റെ കളരിപ്പയറ്റും കഥകളിയും അരങ്ങിലെത്തും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹത്തെയും കലാകാരന്മാരെയും ഖത്തർ സാംസ്കാരിക മന്ത്രാലയത്തിലെ തിയേറ്റർ അഫയേഴ്സ് മാനേജർ
സൊലാഹൽ മുല്ല അഭിനന്ദിച്ചു. أتقدم بالشكر الجزيل لجميع الفنانين وفريق العمل الذي سوف يشارك يوم الجمعة 28. ബ്രിഡ്ജ് ഖത്തർ ചെയർമാൻ സലീൽ ഇബ്രാഹിം, തിയേറ്റർ അഫയേഴ്സ് സെന്റർ സെക്രട്ടറി യൂസുഫ് അൽ ഹറമി എന്നിവരും പങ്കെടുത്തു. ഖത്തർ ഭരണകൂടത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ സ്വദേശികൾ തുടങ്ങിവെച്ച പ്രചാരണങ്ങളിൽ വിവിധ പ്രവാസി സമൂഹങ്ങളും പങ്കാളികളാവുകയാണ് ബ്രിഡ്ജ് ഖത്തർ മ്യൂസിക്കൽ ഫ്യൂഷൻ ഷോയിലൂടെ. മീഡിയ 1 ദോഹ. ഒമാനിലെ സലാല റോഡിൽ വീണ്ടും വാഹനാപകടം. ഖറൻ അൽ ആലമിൽ ഇന്നലെ രാത്രി 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. കുട്ടികളടക്കം 12 പേർക്ക് അപകടത്തിൽ പരിക്കുണ്ട്. UAE സ്വദേശിനിയും മകനും സൗദിക്കാരിയായ സ്ത്രീയുമാണ് മരിച്ചത്. 2 വാഹനങ്ങൾ അപകടത്തിന്റെ ആഘാതത്തിൽ തീപിടിച്ച് കത്തിനശിച്ചു. അപകടം ഒഴിവാക്കാൻ വെട്ടിത്തിരിച്ച ഈ വാഹനങ്ങളിലൊന്ന് ഒമാൻ സ്വദേശികൾ സഞ്ചരിച്ച കാറിലും ഇടിച്ചു. പരിക്കേറ്റവരെ നിസ്വ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് വിതരണത്തിന് ഇലക്ട്രോണിക് സംവിധാനം വരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ സെൽഫ് സർവീസ് കിയോസ്കുകൾ വഴി ലൈസൻസ് ലഭ്യമാക്കാനാണ് പദ്ധതി. ഇലക്ട്രോണിക് വൽക്കരണത്തിനുള്ള നടപടികൾ ഉടൻ തുടങ്ങുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. സ്വദേശികളുടെയും വിദേശികളുടെയും ഡ്രൈവിംഗ് ലൈസൻസുകൾ ഓട്ടോമേറ്റഡ് മെഷീൻ വഴി വിതരണം ചെയ്യുന്ന സംവിധാനമാണ് ഗതാഗത മന്ത്രാലയം നടപ്പാക്കാനൊരുങ്ങുന്നത്. സിവിൽ ID വിതരണത്തിന്റെ മാതൃകയിൽ സെൽഫ് സർവീസ് കിയോസ്കുകൾ വഴിയാണ് ലൈസൻസുകൾ ലഭ്യമാക്കുക. ഇതിനായി ഏതാനും ആഴ്ചകൾക്കകം രാജ്യത്തെ 15 കേന്ദ്രങ്ങളിൽ സെൽഫ് സർവീസ് കിയോസ്കുകൾ സ്ഥാപിക്കും. ഇതോടൊപ്പം ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരിക്കാനും പദ്ധതിയുണ്ട്. കൂടുതൽ സാങ്കേതിക തികവുള്ളതും അന്താരാഷ്ട്ര നിലവാരമുള്ളതുമായ ന്യൂ ജനറേഷൻ ലൈസൻസുകളായിരിക്കും പുതിയ സംവിധാനത്തിലൂടെ ലഭ്യമാക്കുകയെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഒമാനിൽ വാഹനാപകടത്തിൽ കോഴിക്കോട് സ്വദേശി മരിച്ചു. കുറ്റ്യാടി നിട്ടൂർ പോയിൽ സ്വദേശി അലിയാണ് മരിച്ചത്. മസ്കത്തിൽ നിന്ന് 800 കിലോമീറ്ററോളം അകലെ ദോഫാർ ഗവർണറേറ്റിലെ മർമൂലിൽ ഇന്നലെ രാത്രി 8:30യോടെയായിരുന്നു അപകടം. ഡെലിവറി വാൻ ഒട്ടകത്തിനെ ഇടിച്ച് മറിഞ്ഞാണ് അപകടമുണ്ടായത്. വാഹനമോടിച്ചിരുന്ന ഒമാനിയെ ഗുരുതര പരിക്കുകളോടെ സലാല റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മസ്കത്തിനടുത്ത ബർക്കയിൽ മലയാളി ഉടമസ്ഥതയിലുള്ള ബേക്കറിയിൽ കഴിഞ്ഞ 10 വർഷമായി ജോലി ചെയ്യുന്ന ആളാണ് അലി. ഒമാനിൽ നിക്ഷേപകർക്കായുള്ള വിവിധ അനുമതികളും പെർമിറ്റുകളും അടക്കമുള്ള നടപടിക്രമങ്ങൾ എളുപ്പമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇൻവെസ്റ്റ് ഈസി പോർട്ടലിന്റെ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ പദ്ധതി. ഇതിന്റെ ഭാഗമായി പോർട്ടലുമായി ബന്ധപ്പെട്ട വ്യവസായ വാണിജ്യ മന്ത്രാലയം ജീവനക്കാർക്ക് ഓഫീസിലെത്താതെയും ജോലി ചെയ്യാൻ അനുമതി നൽകി. ഇത് സംബന്ധിച്ച ഉത്തരവ് വ്യവസായ വാണിജ്യ മന്ത്രി ഡോക്ടർ അലി ബിൻ മസൂദ് അൽ സുനൈദി പുറത്തിറക്കി. ഓഫീസിന് പുറത്ത് വീട്ടിലോ പൊതുസ്ഥലത്തോ അല്ലെങ്കിൽ അവധിക്കാലം ചിലവഴിക്കാൻ പോയാൽ പോലും അവിടെ നിന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകുന്നതാണ് പുതിയ ഉത്തരവ്. ആധുനിക സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പരമാവധി വിനിയോഗിച്ച് ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഇടപാടുകളുടെ വേഗത വർദ്ധിപ്പിക്കാനും കൃത്യത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനമെന്ന് മന്ത്രി സുനൈദി അറിയിച്ചു. റിമോട്ട് വർക്ക് സംവിധാനം സ്വീകരിക്കുന്ന ഒമാനിലെ ആദ്യ അധികാര സ്ഥാപനമാണ് വ്യവസായ വാണിജ്യ മന്ത്രാലയം. നിക്ഷേപകരെ നേരിട്ട് കാണേണ്ട ആവശ്യമില്ലാത്ത പക്ഷം ആരോഗ്യ പ്രശ്നങ്ങളോ അടിയന്തര സന്ദർഭങ്ങളോ ഉണ്ടായാൽ വീടുകളിൽ തന്നെ തങ്ങളുടെ ജോലി പൂർത്തീകരിക്കാൻ ഈ സംവിധാനം അവസരമൊരുക്കുന്നു. ഓഫീസിന് പുറത്ത് ജോലി ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും മന്ത്രാലയം നൽകുകയും ചെയ്യും. പുതിയ സംവിധാനം പ്രകാരമുള്ള ജീവനക്കാരുടെ കാര്യക്ഷമത വിലയിരുത്താൻ മന്ത്രാലയത്തിൽ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി സുനൈദി അറിയിച്ചു. നിക്ഷേപകർക്കാവശ്യമായ 77 തരം സേവനങ്ങളാണ് ഇന്റർനെറ്റ് ഈസി പോർട്ടൽ മുഖേന നൽകുന്നത്. മീഡിയ 1 മസ്കത്ത്. ദുബായ് കൽബ ഇന്ത്യൻ സോഷ്യൽ കൾച്ചറൽ ക്ലബ്ബ് അവധിക്കാലം ചെലവിടുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി വേനൽ വിസ്മയം എന്ന പേരിൽ പരിപാടി ഒരുക്കി. പ്രസിഡന്റ് KC അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. NM അബ്ദുൽ സമദ്, വൈസ് പ്രസിഡന്റ് VD മുരളീധരൻ, CX ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യയിലെ പ്രമുഖ വാട്ടർ പ്യൂരിഫയർ നിർമ്മാതാക്കളായ കെന്റ് ഗൾഫ് വിപണിയിലേക്ക് എത്തുന്നു. ഗൾഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ വഴി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുമെന്ന് സംരംഭകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിനറൽ റിവേഴ്സ് ഓസ്മോസിസ് പ്രക്രിയ വഴി കുടിവെള്ളം ശുദ്ധീകരിക്കുന്ന ഉപകരണമാണ് കെന്റ് ഗൾഫ് വിപണിയിൽ എത്തിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ വാട്ടർ പ്യൂരിഫയറുകൾക്കുള്ള ആവശ്യകത വർഷം തോറും 7% വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തങ്ങൾ GCC രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതെന്ന് കെന്റ് ഡയറക്ടർ വരുൺ ഗുപ്ത പറഞ്ഞു. സാൻസ് ഇന്റർനാഷണൽ കമ്പനിയാണ് കെന്റിന്റെ ഗൾഫിലെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത്. 799 ദർഹം മുതൽ 4500 ദർഹം വരെ വിലയുള്ള ജലശുദ്ധീകരണ ഉപകരണങ്ങൾ ഗൾഫ് വിപണിയിൽ ലഭ്യമാക്കും. ഭാരമേറിയ വെള്ളത്തിന്റെ കാനുകൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനും ഇത്തരം ഉപകരണങ്ങൾക്ക് കഴിയുമെന്ന് സംരംഭകർ പറഞ്ഞു. സാൻസ് ബിസിനസ് ലീഡർ പ്രോബിൻ മുഖർജി, മാത്യു ജോസഫ്, മൊഹനീഷ് മാലിക് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്.